അമ്പലപ്പുഴയിലെ MLA ആയിട്ടുള്ള ഒരു മുതിർന്ന നേതാവായിട്ടുള്ള മുൻ മന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു മാധ്യമപ്രവർത്തകനെ വർഗീയവാദി എന്ന് വിളിക്കുന്നത്. ഈ കാലത്തെ അനുഭവത്തിൽ നിന്ന് എവിടെയാണ് ഷാജഹാൻ വർഗീയവാദിയാണ് എന്ന് ജി സുധാകരന് തോന്നിയത് എന്നുള്ളതാണ്. ഒരുപക്ഷെ സംഘപരിവാർക്കാർ പോലും പറയാത്ത ഭാഷയാണ് ഇദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് അടർന്നു വീണിരിക്കുന്നത്. ഉള്ളിൽ എത്രയോ കാലമായി അടക്കി വെച്ചിരുന്ന ആ ഒരു മാടമ്പിത്വം പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, ഈ മാടമ്പിത്തരവും ഈ താൻ പ്രമാണിത്വവും ഒക്കെ CPIM ആയതുകൊണ്ട് ഒരു പരിധിവരെയെങ്കിലും ഒതുക്കി നിർത്തിയതാണ്. ഇപ്പോഴുള്ളിലുള്ള ആ തനി വർഗീയ സ്വഭാവം തിരിച്ചു വരികയാണ് ഷാജഹാൻ. തീർച്ചയായിട്ടും ഷമി, ഇതിപ്പോൾ ജനങ്ങൾ മൊത്തം കേട്ട കാര്യമാണ്. ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകർ ഇവിടെ ആലപ്പുഴയിൽ വെച്ച് ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. അത് അമ്പലപ്പുഴ MLA-യുമായി നിൽക്കുന്ന വിവാദങ്ങളിലാണ് അദ്ദേഹം ചോദിച്ചത്. അമ്പലപ്പുഴ MLA ജി സുധാകരനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു, ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ. അത്തരം കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സലാം ആരാണ്, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ എന്നോട് എന്തിനാണ് ചോദിക്കുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ 2-3 തവണ അമ്പലപ്പുഴ MLA-യെ കുറിച്ചിട്ട്, മുൻ MLA-യെ കുറിച്ചിട്ട് അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്നോട് എന്തിനാണ് ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അത് മുൻ MLA അല്ലേ, അമ്പലപ്പുഴയിലെ MLA അല്ലേ എന്നുള്ളൊരു ചോദ്യം അദ്ദേഹത്തിന്റെ മുന്നിലോട്ട് വെച്ചു. അപ്പോൾ അതപ്പോൾ അദ്ദേഹം പെട്ടെന്ന് സുഖിതനായിട്ട് മാധ്യമപ്രവർത്തകരുടെ മൈക്കെല്ലാം തട്ടി മാറ്റിയിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതിനുശേഷം അദ്ദേഹം വീണ്ടും കാറിൽ കയറാൻ പോകുമ്പോഴാണ് മാധ്യമപ്രവർത്തകർ വീണ്ടും ഉച്ചഭക്ഷണം, ആശുപത്രികളിലെ ഉച്ചഭക്ഷണം മുടക്കിയതിനെ കുറിച്ച് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ താൻ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം ഒറ്റ വാക്കിൽ പറയുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം സാർ അദ്ദേഹം ഒറ്റ വാക്കിൽ പറയുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം സാർ അത് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം താൻ വർഗീയവാദിയാണ് എന്ന് ജി സുധാകരൻ പറഞ്ഞത്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളത് പറഞ്ഞത് എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അത് സംബന്ധിച്ച് വേണമെങ്കിൽ ഞാനൊരു കമ്മീഷനെ വയ്ക്കാം, അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും ഒരു കമ്മീഷനെ വെച്ച് സാർ അന്വേഷിക്കാൻ പറഞ്ഞു. അത് വേണ്ട, നിങ്ങൾ തന്നെ ഒരു കമ്മീഷനെ വെച്ച്. ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ അകത്ത് തെളിയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് ഞാൻ ആരാണെന്നറിയാം, നിങ്ങൾക്കാണല്ലോ ഇപ്പോൾ സംശയമുള്ളത്, നിങ്ങളങ്ങ് തെളിയിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞ അത്തരം തെളിവുകളൊക്കെ തന്നെ ഞാൻ വീട്ടിൽ വന്ന് തരാം എന്നും പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടാണ് അദ്ദേഹം പോയത്. എന്തായാലും വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ് ജി സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകർ എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരും സാക്ഷിയാണ്. അവരുടെയൊക്കെ തന്നെ മുൻപിൽ വെച്ചാണ് വർഗീയവാദി എന്ന് പരസ്യമായിട്ട് അധിക്ഷേപിച്ചിട്ട് ജി സുധാകരൻ ഇപ്പോൾ പോയിരിക്കുന്നത്. ഷമി, അധിക്ഷേപിക്കൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഇനമായിരുന്നു. അദ്ദേഹത്തിന് ഒരു മനുഷ്യനോടും ബഹുമാനമില്ല, അദ്ദേഹത്തിന് സ്നേഹമുള്ളത് അദ്ദേഹത്തിനോട് മാത്രമാണ്. അതിനുവേണ്ടി ഏതൊക്കെ സ്ഥാനങ്ങളും ഏതൊക്കെ പ്രസ്ഥാനങ്ങളെയും അദ്ദേഹം തരാതരം പോലെ ഉപയോഗിക്കും. സ്വന്തം അനുജൻ്റെ രക്തസാക്ഷിത്വം പോലും ആ രീതിയിൽ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് സലാം ആരാണെന്ന് അറിയില്ല. ഷാജഹാനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് വർഗീയവാദിയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ആൾക്കാരെയും വർഗീയവാദിയാണെന്ന് വിളിച്ച ഈ മാന്യദേഹമാണ് BJPയുടെ 5000 വോട്ട് ഇലക്ഷന് മുമ്പ് താൻ സ്വരൂപിച്ചു എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ പോലെ ഒരു വർഗീയവാദി നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുക? അദ്ദേഹമാണ് മറ്റൊരാളെ വർഗീയവാദി വിളിക്കുന്നത്. ഇത്രയും അനുഭവവും ഇത്രയും പ്രായവും ഉണ്ടായിട്ടും ഒരു കാര്യവും ഇല്ലല്ലോ ഷാജഹാൻ. തീർച്ചയായിട്ടും ഷമി, നമുക്കറിയാം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നപ്പോൾ, അമ്പലപ്പുഴയിൽ അദ്ദേഹം 2 തവണ മന്ത്രിയായിരുന്നപ്പോഴൊക്കെ തന്നെ നമ്മളൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് വളരെ വ്യക്തിപരമായിട്ട് അറിയാം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയാം, നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ഇത്തരം ഒരു വാക്ക്, നമ്മളെ ഒരു വർഗീയവാദി എന്ന് ചിത്രീകരിക്കുന്ന തരത്തിലേക്ക് പോയത് അത് ശരിക്കും വളരെ നമുക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. ഒരു കാരണവശാലും ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. വർഗീയവാദി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് സുധാകരൻ അറിയാൻ പാടില്ലാത്ത ആളല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു അധിക്ഷേപം കേൾക്കേണ്ടി വന്നത് വളരെയധികം ഇപ്പം നമുക്കറിയാം. ഇപ്പോൾ അദ്ദേഹം ഒരു MLA ആണ്, മുൻ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിവില്ലാഞ്ഞിട്ടല്ല. പക്ഷേ എന്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സംശയമാണ് നമുക്കിപ്പോൾ നിൽക്കുന്നത്. സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കലും വന്നുകൂടാൻ പാടില്ലാത്ത വാക്കുകളാണ് വന്നത്. അതിപ്പോൾ അമ്പലപ്പുഴയിലെ MLA-യെ കുറിച്ച് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ട് അധിക്ഷേപങ്ങൾ ഉന്നയിക്കാം. ഞാനൊരു മാധ്യമപ്രവർത്തകനാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രതികരണത്തെക്കുറിച്ചുള്ള മറുപടി ചോദിക്കാനാണ് എത്തിയത്. പക്ഷേ അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്ര മോശമായിട്ടുള്ള ചില അധിക്ഷേപങ്ങളൊക്കെ തന്നെ ഉണ്ടായത്. ഷാജഹാൻ, നമുക്കറിയാം മന്ത്രിയായിരിക്കുന്ന കാലം മുതൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആരെയും വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയുന്ന ഒരു ശൈലി എല്ലാ കാലത്തും സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അതിപ്പോൾ സലാം ആയാലും ഷാജഹാൻ ആയാലും ഇനി മറ്റൊരാളാണെങ്കിലും നാളെ പിണറായി വിജയനെ ആണെങ്കിലും
അതല്ല ഇനി സ്വന്തം മുന്നണിയിലെ ഇപ്പോഴത്തെ നിൽക്കുന്ന മുന്നണിയിലെ നേതാക്കന്മാരെ ആണെങ്കിലും അദ്ദേഹം പറയും. കാരണം അദ്ദേഹത്തിന് കയറിപ്പോകാൻ എപ്പോഴും വഴികൾ ഉണ്ടാവണം. ആ വഴികളിൽ ആരെങ്കിലും വിഘാതമായി നിന്നാൽ, ഇഷ്ടപ്പെടാത്ത ഒരു ചോദ്യം ചോദിച്ചാൽ അപ്പോഴേ അവരെ ആക്ഷേപിച്ച് വായിൽ വരുന്നത് പറഞ്ഞു വിടുക. പഴയ കാലമല്ല, ഇടതുപക്ഷത്ത് നിന്നിരുന്നപ്പോൾ അതൊക്കെ പിന്നെയും നടക്കും. ഇനി അതൊന്നും നടക്കില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയേണ്ട സമയമായിരിക്കുന്നു. ഇന്നലെ ഒരു സ്കൂളിൽ ചെന്ന് അവിടെ നടത്തിയ അഭ്യാസങ്ങൾ ആൾക്കാർ ചോദ്യം ചെയ്യുന്നത് ഈ നാട് മുഴുവൻ കാണുന്നതാണല്ലോ ഷാജഹാൻ.